എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ മാർച്ചിലെ എക്സാമിന് 2025 നടക്കാൻ പോകുന്ന മാർച്ചിലെ എക്സാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ച് ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എക്സാം നടക്കുന്ന ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ എക്സാം നടക്കുന്ന ചില ദിവസങ്ങളിൽ സമയക്രമം അല്ലെങ്കിൽ സമയം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എസ്പെഷ്യലി അത് +1 വിദ്യാർത്ഥികളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ, അതിൽ തന്നെ ഇംപ്രൂവ്മെന്റ് ആയിട്ട് എഴുതുന്നവർ അല്ലെങ്കിൽ അത് കമ്പാർട്ട്മെന്റ് ആയിട്ട് എഴുതുന്നവർ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് +1 തോറ്റ വിഷയം എഴുതുന്ന കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവര് +1 മാർക്ക് കുറഞ്ഞതോ തോറ്റതോ ആയിട്ടുള്ള വിഷയം എഴുതുന്നുണ്ടെങ്കിൽ, അതായത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ നിലവിൽ ഇപ്പോൾ +1 ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞ +1 എക്സാം എഴുതുന്നവരാണ് ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് 19/2/2025 ഒരു സർക്കുലർ ആണ്. ഈ സർക്കുലർ പ്രകാരം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 2025 മാർച്ചില് 29/3/2025 ഓക്കെ, 29/3/2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് പരീക്ഷ രാവിലത്തെ സമയക്രമത്തിലേക്ക് മാറ്റിയത് സംബന്ധിച്ച് എന്നാണ് ഇതിന്റെ വിഷയം. ഓക്കെ, അപ്പൊ ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. 29/3/2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് പരീക്ഷയുടെ സമയക്രമം രാവിലെ 9:30 മുതൽ 12:15 വരെ ആയി പുനർക്രമീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ വല്ലതും? എന്താ പറഞ്ഞത്? 29-ാം തീയതി നടക്കുന്ന പരീക്ഷ +1 ഇംഗ്ലീഷ് പരീക്ഷയാണ്. ആ ഇംഗ്ലീഷ് പരീക്ഷ എപ്പോഴേക്ക് മാറ്റിയിട്ടുണ്ട്? രാവിലെ 9:30 മുതൽ 12:15 വരെ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ള ഹാൾ ടിക്കറ്റ് ആണ് 2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, അത് ഓപ്പൺ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിലും, നിങ്ങൾ ആദ്യമായിട്ട് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ. ഹാൾ ടിക്കറ്റ് കിട്ടാനാവുന്നേ ഉള്ളൂ. +1 വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ കൊടുത്തിട്ടുള്ളത് +2 വിദ്യാർത്ഥികൾക്കാണ്. അതിൽ തന്നെ റെഗുലർ സ്റ്റുഡൻസിനും ഓപ്പൺ സ്കൂളിലെ സ്റ്റുഡൻസിനുമാണ് ഇപ്പൊ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കമ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇതുവരെയും ഹാൾ ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അത് റെഗുലർ സ്റ്റുഡൻസിനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ വിളിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ബേജാറാവണ്ട. ഓക്കെ, അപ്പോ 2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് നൽകിയിട്ടുള്ള ഹാൾ ടിക്കറ്റില് ഈ ഒരു സമയക്രമം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ സമയക്രമം തന്നെയാണ്. എന്നാൽ ശ്രദ്ധിച്ചോ, ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് എഴുതുന്ന രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെയും കമ്പാർട്ട്മെന്റൽ വിദ്യാർത്ഥികളുടെയും ഹാൾ ടിക്കറ്റിൽ 29/3/2025 പരീക്ഷാ സമയം ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് വന്നിട്ടുള്ളത്. പറഞ്ഞു മനസ്സിലായോ? ഓൾറെഡി +2കാർക്ക് റെഗുലർ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കമ്പാർട്ട്മെന്റൽ നമ്മുടെ ഓപ്പൺ സ്കൂളിലെ കുട്ടികൾക്കും ഹാൾ ടിക്കറ്റ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് പ്രകാരം ആ ഹാൾ ടിക്കറ്റില് 29-ാം തീയതി 29/3/2025 നടക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷ, +1 ഇംഗ്ലീഷ് പരീക്ഷ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ 2 മണി മുതൽ അല്ലെങ്കിൽ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ അത് എന്താക്കി മാറ്റണം? നിങ്ങളത് 29/3/2025 ഒന്നാം വർഷ ഇംഗ്ലീഷ് പരീക്ഷാ സമയം ദിവസം അത് തന്നെയാണ്. പക്ഷേ പരീക്ഷയുടെ സമയം രാവിലെ 9:30 മുതൽ 12:15 വരെ ആയിട്ട് പുനഃക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിവരം നിങ്ങൾ അറിയുന്ന എല്ലാവരിലേക്കും, അതായത് ഇപ്പൊ കമ്പാർട്ട്മെന്റിൽ എഴുതുന്ന ഇംഗ്ലീഷ് പരീക്ഷ +1 ഇംഗ്ലീഷ് കമ്പാർട്ട്മെന്റിൽ എഴുതുന്ന വിദ്യാർത്ഥികളും റെഗുലർ ആയിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 വിദ്യാർത്ഥികൾ അവരുടെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ
അവരിലേക്കൊക്കെ കൃത്യമായിട്ട് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതാണ്, എല്ലാ വിദ്യാർത്ഥികളെയും, സ്കൂൾ അധികാരികൾ എല്ലാ വിദ്യാർത്ഥികളെയും ഈ കാര്യം അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ സ്കൂളിന്റെ നോട്ടീസ് ബോർഡിൽ ഇത് പ്രദർശിപ്പിക്കണം. അതുപോലെ പരീക്ഷന്റെ തലേ ദിവസം, ഓക്കെ, ഈ 29-ാം തീയതിയുടെ തലേ ദിവസം 28-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അന്ന് ഇത് സ്കൂളിൽ അനൗൺസ് ചെയ്യണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു തിരുത്ത് കുട്ടികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിക്കും, എത്രത്തോളം ആകും എന്നൊക്കെ എല്ലായിടത്തും ഒരുപോലെ ഈ ഇത് അത്ര സീരിയസ് ആയിട്ട് ചെയ്യോ എന്നുള്ളതൊക്കെ ഇപ്പൊ ഈ അതായത് കുട്ടികളെ അറിയിക്കുക, അതുപോലെ തന്നെ നോട്ടീസ് ബോർഡിലൊക്കെ പ്രദർശിപ്പിക്കും, അതുപോലെ അനൗൺസ് ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടികളിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഞാൻ പറയുന്ന നമ്മുടെ ചാനലിലൂടെയുള്ള കാര്യം നിങ്ങൾക്കറിയുന്ന, ഇപ്പോൾ വല്ല രക്ഷിതാക്കളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്കൊക്കെ, നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്കൊക്കെ അറിയിക്കുക. ഓക്കെ, കാരണം അവരുടെ ആ ഗ്രൂപ്പിലുള്ളവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ +2, +1 പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികൾ ഉണ്ടാകും. അപ്പൊ എന്തായാലും ഈ പരീക്ഷാ സമയം മാറ്റിയതായിട്ട് നിങ്ങൾ അറിയിക്കണമെന്ന് വളരെ ദയവ് ആയിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, കുട്ടികളുടെ ഭാവി പരിഗണിച്ചുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, വേറെ പണിയൊന്നും ഇല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഓക്കെ, എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നവർക്ക് വലിയൊരു നന്ദിയുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, മറ്റ് ക്ലാസ്സുകളും വിഷയങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. +1, +2 തുല്യതാ പഠിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഗൈഡുകൾ, ഓരോ വിഷയത്തിന്റെയും ഗൈഡുകൾ, വളരെ ചുരുക്ക രൂപത്തിലുള്ള ഗൈഡ് പുസ്തകങ്ങൾ നമ്മൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ വഴി അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇത് റെഗുലർ സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന പുസ്തകം തന്നെയാണ്. ഓരോ പുസ്തകവും നമ്മളായിട്ട് തയ്യാറാക്കുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന നോട്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉയർന്ന മാർക്ക് നേടാൻ സഹായകമാകുന്നുണ്ട് എന്ന ആ ഒരു അറിവിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് നമ്മളിത് പുതിയ വർഷത്തിലേക്ക് നമ്മളിത് വീണ്ടും സപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി. Thanks for watching.